അല്ല, അനുകൂലം പ്രതികൂലം ഒന്നുമല്ല, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞത്രേ ഉള്ളൂ. അല്ല, കുഞ്ഞാടി സാഹിബിന് മറുപടി പറയാൻ കഴിയില്ലല്ലോ, കോൺഗ്രസ് ആണല്ലോ വിഷയങ്ങൾ. നിലമ്പൂർ ഭയങ്കര മഴയെന്ന് കേട്ടു. ആ, വരട്ടെ, അവരെ ഡ്യൂട്ടി അല്ലേ. ഒറ്റ കാര്യം, അതായത് UDF നേരത്തെ തന്നെ ഈ അസോസിയേറ്റ് മെമ്പറാക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അതങ്ങനെയാണ് UDF പറയുന്നതെങ്കിൽ, കോൺഗ്രസ് പറയുന്നെങ്കിൽ അത് അംഗീകരിക്കുമോ അതോ ഘടകകക്ഷി ആക്കണമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കും? അല്ല, അതൊക്കെ നിങ്ങൾ ആലോചിച്ച് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കണല്ലോ, അതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കും. അല്ല, മുമ്പേ അങ്ങനെ തൃണമൂലിൻ്റെ നേതാക്കൾ പറഞ്ഞത് ഘടകകക്ഷി ആക്കിയാലേ ഞങ്ങൾ അടങ്ങും എന്നുള്ളതാണ്. അല്ല, അത് തൃണമൂലിൻ്റെ ആ നേതാക്കന്മാരുടെ അഭിപ്രായമായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ ലീഗ് നേതാക്കളെ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചോ? എന്താവശ്യം? എന്താണ്? നമുക്ക് ഒരാവശ്യമില്ല, ഒരാവശ്യമില്ലാത്ത ആളാണ് ഞാൻ. മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു, താങ്കൾ ഇവിടെ മത്സരിക്കും? അല്ല, അത് തെരഞ്ഞെടുപ്പല്ലേ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണല്ലോ. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് മത്സരിക്കണം, അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കണം. എന്തായാലും ഒരു മത്സരം ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ മത്സരിക്കുന്നവരോടൊപ്പം ഉണ്ടാവണം. എല്ലാത്തിനും മാറി നിൽക്കാൻ കഴിയും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക്, ഇത്രേ ഉള്ളൂ. അല്ല, അതൊക്കെ നോക്കാന്ന്. ജയം തീരുമാനിക്കുന്നത് ജനല്ലേ. ഒറ്റ കാര്യമുള്ളൂ, ഈ അസോസിയേറ്റ് അംഗമാക്കാനാണ് UDF വീണ്ടും പറയുന്നതെങ്കിൽ, കോൺഗ്രസ് വീണ്ടും പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കും. അല്ല, അസോസിയേറ്റ് അംഗത്തിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി.